ആഗോള രാഷ്ട്രീയത്തെയും സമ്പദ് വ്യവസ്ഥയെയും ഒരുപോലെ ഉലച്ചുകൊണ്ട് പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധം കനക്കുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വാക്പോരും സൈനിക നീക്കങ്ങളും കടുത്തതോടെ മേഖലയിലെ സംഘർഷം പുതിയ തലത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇന്ധന ഇറക്കുമതിക്കായി പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ പ്രധാനമായും ആശ്രയിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചും അതീവ ഗുരുതരമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ക്രൂഡ് ഓയിൽ വിലക്കയറ്റവും പാചകവാതക വിതരണത്തിൽ ഉണ്ടായേക്കാവുന്ന കടുത്ത പ്രതിസന്ധിയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് കേന്ദ്ര സർക്കാരും ധനകാര്യ മന്ത്രാലയവും. അമേരിക്കൻ സൈനിക ഇടപെടലുകൾക്കും ഉപരോധങ്ങൾക്കും മറുപടിയായാണ് ഇറാന്റെ ഇപ്പോഴത്തെ അപ്രതീക്ഷിത നീക്കം. ഹൊർമൂസ് കടലിടുക്ക് അടയ്ക്കപ്പെട്ടതോടെ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയരുകയാണ്. സാധാരണ നിലയിലേക്ക് മടങ്ങിവരികയായിരുന്ന അന്താരാഷ്ട്ര ചരക്കു നീക്കത്തെ പൂർണ്ണമായും നിശ്ചലമാക്കിക്കൊണ്ടാണ് തന്ത്രപ്രധാനമായ ഹൊർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചത്. ഇത് ആഗോള വിപണിയെ നിലവിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. തിങ്കളാഴ്ച പശ്ചിമേഷ്യയിലുണ്ടായ നാടകീയമായ സൈനിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്ക് പിന്നാലെയാണ് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് 2% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇത് കഴിഞ്ഞ 4 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതകളിൽ ഒന്നാണ് ഒമാനും ഇറാനും ഇടയിലുള്ള ഹൊർമൂസ് കടലിടുക്ക്. ആഗോളതലത്തിൽ ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ 1/5 കടന്നുപോകുന്നത് ഈ ഇടുങ്ങിയ കടൽപാതയിലൂടെയാണ്. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഇറാഖ് തുടങ്ങിയ പ്രമുഖ ഒപെക് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ എത്തണമെങ്കിൽ ഹൊർമൂസ് കടലിടുക്ക് കടന്നേ തീരൂ. അമേരിക്ക മേഖലയിൽ സൈനിക നീക്കങ്ങളും ഉപരോധങ്ങളും കടുപ്പിച്ചതോടെയാണ് ഈ തന്ത്രപ്രധാന പാത അടയ്ക്കാൻ ഇറാൻ തീരുമാനിച്ചത്. മേഖലയിലെ അമേരിക്കൻ ഇടപെടലുകൾ പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതുവരെ ഹൊർമൂസ് കടലിടുക്ക് തുറക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ ഭരണകൂടം. ഇതോടെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണച്ചരക്കു നീക്കം പൂർണ്ണമായും തടസ്സപ്പെടുന്ന സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. ഇറാനിയൻ കപ്പലുകൾക്ക് മേൽ മുൻപ് ഏർപ്പെടുത്തിയിരുന്ന കർശനമായ ഉപരോധങ്ങൾ പുനരാരംഭിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം ഹൊർമൂസ് കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അമേരിക്ക നേരിട്ട് ഇടപെടാൻ തയ്യാറാണെന്ന് അറിയിച്ച ട്രംപ്, എന്നാൽ അതിനുള്ള ഭീമമായ സൈനിക ചെലവ് മറ്റ് രാജ്യങ്ങൾ വഹിക്കണമെന്ന വിചിത്രമായ ആവശ്യം മുന്നോട്ട് വെച്ചു. ഇന്ത്യയിലെ കോടിക്കണക്കിന് വീടുകളെയും വാണിജ്യ മേഖലകളെയും ആശ്രയിക്കുന്ന പാചകവാതക വിതരണം പ്രതിസന്ധിയിലാകുമെന്നതാണ് നിലവിൽ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. LPG ഇറക്കുമതി ചെയ്യുന്ന പ്രധാന കപ്പലുകളെല്ലാം ഹൊർമൂസ് പാതയിലൂടെയാണ് വരുന്നത്. ഇറാൻ പാത അടച്ചതോടെ വരും ആഴ്ചകളിൽ രാജ്യത്ത് LPG ക്ഷാമം അനുഭവപ്പെടാനും വില കുത്തനെ ഉയരാനും സാധ്യതയേറെയാണ്. എണ്ണവില വർദ്ധിക്കുന്നത് രാജ്യത്തെ ഗതാഗത ചെലവുകൾ വർദ്ധിപ്പിക്കും. ഇത് നിത്യ ഉപയോഗ സാധനങ്ങളുടെയും ഭക്ഷ്യവസ്തുക്കളുടെയും വിലക്കയറ്റത്തിന് കാരണമാകും. രൂപയുടെ മൂല്യ തകർച്ചയ്ക്കും ഇത് വഴി തെളിച്ചേക്കാം. നിലവിൽ ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡിന് കീഴിൽ വിശാഖപട്ടണം, മംഗളൂരു, പദൂർ എന്നിവിടങ്ങളിലെ ഭൂഗർഭ അറകളിൽ 5.33 മില്യൺ മെട്രിക് ടൺ ക്രൂഡ് ഓയിലാണ് ഇന്ത്യ സൂക്ഷിച്ചിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി പൂർണ്ണമായും നിലച്ചാൽ 9.5 ദിവസത്തേക്ക് മാത്രമാണ് ഇത് ഉപയോഗിക്കാനാവുക. ഇന്ത്യ കരുതൽ ശേഖരം വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ഹൊർമൂസ് പ്രതിസന്ധി പോലെയുള്ള സന്ദർഭങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി ഗുരുതരമായേക്കുമെന്നാണ് ഏണസ്റ്റ് ആൻഡ് യങ് അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയത്. ആകെ ആവശ്യമായതിന്റെ 55% മാത്രമായിരുന്നു 1999 ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്നത്. നിലവിൽ ഇത് 90% എത്തി. ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞതും ഉപഭോഗം വർദ്ധിച്ചതുമാണ് വർധനയ്ക്ക് കാരണം. ഇതിനു പരിഹാരം കാണാൻ ക്രൂഡ് ഓയിൽ ശേഖരം വർദ്ധിപ്പിക്കണമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം കേവലം 2 രാജ്യങ്ങൾ തമ്മിൽ ഉള്ള പോരല്ല, മറിച്ച് ആഗോള വിപണിയുടെ താളം തെറ്റിക്കുന്ന വലിയൊരു സാമ്പത്തിക യുദ്ധമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹൊർമൂസ് കടലിടുക്കിലെ ഉപരോധം നീണ്ടുപോയാൽ അത് ഇന്ത്യ അടക്കമുള്ള വികസ്വര രാജ്യങ്ങൾക്ക് കനത്ത പ്രഹരമാകും. 90 ദിവസത്തേക്കെങ്കിലും ക്രൂഡ് ഓയിൽ ശേഖരം ഉറപ്പാക്കണമെന്നാണ് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി എല്ലാ രാജ്യങ്ങൾക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇറാൻ യുദ്ധം പോലെയുള്ള സാഹചര്യങ്ങളിൽ ഇപ്പോഴത്തെ ക്രൂഡ് ഓയിൽ ശേഖരം മതിയാകില്ലെന്ന വിലയിരുത്തലിലാണ് സർക്കാർ ഇത് ഉയർത്താൻ തീരുമാനിച്ചത്. വരും ദിവസങ്ങളിലെ നയതന്ത്ര ചർച്ചകളിലാണ് ലോകരാജ്യങ്ങളുടെയും പ്രത്യേകിച്ച് ഇന്ത്യയുടെയും പ്രതീക്ഷ. എണ്ണ വിപണിയിലെ അസ്ഥിരത മറികടക്കാൻ ബദൽ മാർഗങ്ങൾ തേടേണ്ടി വരുമെന്ന സൂചനയാണ് ഈ പ്രതിസന്ധി ഇന്ത്യക്ക് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.